ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുട്ടികൾക്കായിട്ട് റവ കൊണ്ട് കുറച്ച് കുറുക്കുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ റാഗിയാണ് നമ്മൾ ഫസ്റ്റ് ഫുഡായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പല ഭാഗത്തും റവയാണ് അവർ ഫസ്റ്റ് ഫുഡായിട്ട് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റവ എന്ന് പറയുന്നത് ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇതിനെ സൂജി, സെമൊലീന എന്നൊക്കെ വിളിക്കാറുണ്ട്. ന്യൂട്രിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അയൺ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഹീമോഗ്ലോബിൻ ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. പിന്നെ സൂചിയിൽ പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ബി, ഇ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇത് വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫുഡാണ്. കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഇത്രയും ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ പോലും മറ്റ് ചില ഗ്രെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷൻ ലെവൽ എന്ന് പറയുന്നത് അല്പം കുറവാണ്. നമ്മൾ റൈസ് റെസിപ്പീസ് നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്ന പോലെ തന്നെയാണ് റൈസ് നമ്മൾ അത് മാത്രമായിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ മറ്റ് പല ഇൻഗ്രീഡിയൻസും ചേർത്ത് അതൊരു ന്യൂട്രീഷ്യസ് കംപ്ലീറ്റ് മീലാക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ റവയിലും ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യത്തേത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള റവ കുറുക്കാണ് കാണിക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 7 മാസം തൊട്ട് തന്നെ നമുക്ക് കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ള റവ ഓൾറെഡി ഡ്രൈ റോസ്റ്റ് ചെയ്തതാണെങ്കിൽ പോലും ഇത് തയ്യാറാക്കുന്നതിന് മുൻപ് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ തന്നെ അതിന് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ നല്ലൊരു മണമൊക്കെ വരും. ആ നല്ല മണം വന്നതിന് ശേഷം ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ബോയിലിംഗ് ഹോട്ട് വാട്ടറാണ്. ഏതാണ്ട് ഒരു 200 ml ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ കറക്റ്റ് അളവ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസിയൊക്കെ മനസ്സിലാവും. പക്ഷേ സ്റ്റാർട്ടിങ്ങിന് നിങ്ങൾക്കൊരു 200 ml ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരിക്കലും ലംസ് ഫോം ചെയ്യാനായിട്ട് പാടില്ല, അതായത് കട്ടകൾ ഫോം ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വെന്ത് വരണം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് മധുരത്തിനായിട്ട് ഇനി ഞാനിവിടെ ചേർക്കുന്നത് അല്പം കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടി എന്ന് പറയുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരു സ്വീറ്റ്നറാണ്. വൈറ്റ് ഷുഗർ ഒന്നും ഒരിക്കലും 1 വയസ്സ് വരെ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ കരിപ്പെട്ടിയാണ് ചേർത്തിരിക്കുന്നത്. അല്പം കരിപ്പെട്ടി വെള്ളത്തിൽ അരിച്ചെടുത്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പനങ്കർക്കണ്ട് ചേർക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിന് മറ്റ് വേരിയേഷൻസ് നമുക്ക് ഉണ്ടാക്കാം. അതെന്താണെന്നുള്ളത് പറയാം. അതിന് മുമ്പ് കരിപ്പെട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ഡിസൈഡ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. ഒരു ഇളം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. കൺസിസ്റ്റൻസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്പം വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ചില കുട്ടികൾക്ക് കുറുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്പം വെള്ളം കൂടുതൽ ചേർക്കുക. അല്ല നിങ്ങളുടെ കുട്ടിക്ക് അല്പം കട്ടിയായിട്ടുള്ള കുറുക്കുകളാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ അതിനനുസരിച്ച് കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചുകൂടി ഒന്ന് സമയം നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓരോ കുട്ടികൾക്കും ഇഷ്ടമുള്ളത് ഓരോ തരത്തിലുള്ള കുറുക്കുകളാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസിക് റവ കുറുക്ക് തയ്യാറായി. ഇത് നമുക്ക് ഇളം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞില്ലേ അല്പം വേരിയേഷൻസ് നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് ബനാന റവ കുറുക്കാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാന പ്യൂറി നിങ്ങൾക്ക് തയ്യാറാക്കുന്നത് നമ്മളെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് പ്യൂറീസിൻ്റെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അല്ലെങ്കിലും വളരെ എളുപ്പമാണ്. അതായത് ഒരു നല്ല പഴുത്ത പഴം, ഒരു ചെറിയ പഴം എടുക്കുക. ഒരു ഫോർക്കിൻ്റെ പുറകുവശം ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഈ മാഷ് ചെയ്തത് നമ്മൾ കരിപ്പെട്ടിക്ക് പകരം നമുക്ക് ഈ പഴം മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റവ കുറുക്ക് ഒന്ന് തണുത്ത ശേഷം മാത്രം ചേർക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട് പ്യൂറീസിൻ്റെ റെസിപ്പിയിൽ നമ്മൾ ആപ്പിൾ പ്യൂറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിളും സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ പ്യൂറി ഉണ്ടാക്കിയിട്ട് ആ ആപ്പിൾ പ്യൂറിയും ഇതുപോലെ റവയുടെ കുറുക്കൊന്ന് ചെറുതായിട്ട് തണുക്കുമ്പോഴത്തേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇത് 2 വേരിയേഷൻസാണ് നമുക്ക് ഈ ബേസിക് റവ കുറുക്കിൽ വരുത്താൻ പറ്റുന്നത്. പിന്നെ ഒരു 9 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കുറുക്ക് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് അല്പം കൂടി ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. 9 മാസത്തിൽ കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. 8 മാസത്തിൽ കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ അല്പം ഒരു 1/4 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് വെജിറ്റബിൾ ഉപ്മാ കുറുക്കാണ്. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം
വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസാണ്. നല്ല ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സീസണൽ ആയതുകൊണ്ട് തന്നെ ഇത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബീൻസ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ഗ്രീൻ ബീൻസ് ഇല്ലേ. പിന്നെ ചേർക്കുന്ന 1 ടേബിൾ സ്പൂൺ ക്യാരറ്റാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് വെന്ത ശേഷം നമുക്കൊരു പൊട്ടാറ്റോ മാഷർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്ത ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച റവയാണ്, അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ കട്ടകൾ ഫോം ചെയ്യാതിരിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൺസിസ്റ്റൻസി നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. വെള്ളം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ കുറവ് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കട്ടിയായി കിട്ടും. അതിനുശേഷം ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്ന 8 മാസത്തിൽ കൂടുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ മാത്രമാണ്. അതിന് മുൻപുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുക്കാം. ഗീ എന്ന് പറയുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഉപ്പുമാ കുറുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് റവ കിച്ചടിയാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്. നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ ഫ്രോസൺ ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ബീൻസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ചേർക്കുന്ന 1 ടേബിൾ സ്പൂൺ മൂങ് ദാൽ. മൂങ് ദാൽ എന്ന് പറയുന്നത് നമ്മുടെ പയറുപരിപ്പ്, നമ്മൾ പരിപ്പൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പയറുപരിപ്പ് അല്പം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയ ശേഷം അല്പം വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. പിന്നെ ചേർക്കുന്ന 1 കപ്പ് വെള്ളം, അല്പം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഏതാണ്ട് 3 to 4 വിസിൽസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കിത് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ച് നന്നായിട്ടിത് മാഷ് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മാഷായി കിട്ടും. എന്നിട്ട് ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലോട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ലംസ് ഫോം ചെയ്യാതിരിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ടിതൊരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുൻപ് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇങ്ങനത്തെ പല രീതിയിലും നമുക്ക് കുട്ടികൾക്ക് റവ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.